ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ വീട്ടിലെത്തി മുത്തശ്ശനോടും അമ്മയോടും ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക. അപ്പോൾ ഒരു പെണ്ണ് കണ്ടെന്ന് കരുതി നീ ഇതിന് മാത്രം ബഹളം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് അമ്മ മോനോട് പറയുക കേട്ടോ. അപ്പോൾ കല്യാണാലോചനയായിട്ട് ഏത് വീട്ടിലേക്കാണ് പോയത്? മൂർത്തി സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അന്നേരം മോനെ, ഞങ്ങൾ അങ്ങനെ ചോദിച്ചാൽ നീ വരത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് എല്ലാം രഹസ്യമാക്കി വെച്ചതെന്ന് മുത്തച്ഛൻ പറഞ്ഞു. എനിക്ക് അവന്തികയെ നേരത്തെ മുതലേ അറിയാവുന്നതാ. അവളുടെ അമ്മയുടെ ആങ്ങളുടെയൊക്കെ അതേ സ്വഭാവം തന്നെയാണ് അവൾക്കും എന്നൊക്കെ നവീൻ അന്നേരം പറഞ്ഞു. ഇപ്പോൾ ആ കുട്ടിക്ക് കുറച്ചുകൂടി പക്വത വന്നിട്ടുണ്ട് മോനെ എന്ന് മുത്തച്ഛൻ പറയുമ്പം എന്തോന്ന് പക്വതയെന്നാണ് മുത്തച്ഛൻ ഈ പറയുന്നത്? അഭിയെന്ന അപ്പം നന്നായിട്ട് വിഷമുള്ള കൂട്ടത്തിൽ അഭിയും അവൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ മുത്തശ്ശൻ്റെ മുന്നിൽ മെച്യൂരിറ്റിയോ പെൺകുട്ടിയായിട്ട് അഭിനയിച്ചതാണെന്നൊക്കെ അവന്തിക പറയുമ്പോൾ, എടാ അനന്തപുരി തറവാട്ടുകാരുമായി ഒരു ബന്ധം ഉണ്ടാക്കുന്ന നല്ലതല്ലെന്ന് ചോദിക്കുമ്പം അനന്തപുരി തറവാട്ടുകാരുമായി ഒരു ബന്ധം ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അവന്തിക അനന്തപുരി തറവാട്ടിലെ അല്ല എന്ന് ഈ നമ്മുടെ നവീൻ പറയുമ്പോൾ അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. എന്താന്ന് മുത്തശ്ശന് അറിയില്ലേന്ന് ചോദിച്ചു അന്നേരം നവീൻ. അവന്തികയുടെ അമ്മയെ മൂർത്തി സാറും വസുന്ധര മുത്തശ്ശിയും കൂടെ എടുത്തു വളർത്തിയതല്ലേന്ന് ചോദിച്ചു. അത് തെറ്റായി പോയെന്ന് പലതവണ മുത്തശ്ശനോട് തന്നെ മൂർത്തി സാറ് പറഞ്ഞിട്ടില്ലേന്നും ചോദിച്ചു. എങ്കിലും ആദർശനും അനിയൊക്കെ പോലെ തന്നെയാണ് അവന്തികയും അഭിയും ഒക്കെ മൂർത്തിയും അതുപോലെ തന്നെ അവന്തികയും കാണുന്നതെന്നൊക്കെ പറയുമ്പം എൻ്റെ സങ്കല്പത്തിലുള്ളൊരു പെൺകുട്ടി അല്ല അവന്തിക എന്ന് നവീൻ. നിന്റെ സങ്കല്പം എന്താണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതൊരിക്കലും നടക്കാൻ പോകുന്നതല്ല എന്ന് അമ്മ പറയുമ്പം അങ്ങനെയാണെങ്കിൽ ഇതും നടക്കാൻ പോകുന്നില്ല എന്ന് നവീനും അമ്മയോട് പറഞ്ഞു. അങ്ങനെ എന്നെ വെറുതെ എല്ലാവരും കൂടെ ചേർന്ന് പ്രതിസന്ധിയിലാക്കാൻ നിൽക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ആ കുടുംബത്തിലുള്ളവരുമായിട്ട് എനിക്കിപ്പം നല്ല ബന്ധമാണ് ഉള്ളതെന്നും പിന്നെ പ്രത്യേകിച്ച് അനിയുടെ കേസിന് ശേഷം മൂർത്തി സാറിനും കുടുംബത്തിനും എന്നോട് വലിയ മതിപ്പാണെന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. പിന്നെ അനിയും ആദർശമായിട്ടൊക്കെ എൻ്റെ സുഹൃത്തുക്കളുമാണ്. അങ്ങനെയുള്ള ബന്ധത്തിൽ ഈ കല്യാണാലോചന കൊണ്ട് ഉലച്ചിൽ തട്ടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് മൂർത്തിക്ക് കൊടുക്കേണ്ടതെന്ന് നരസിംഹൻ ചോദിക്കുമ്പം ഞാൻ അവരെ പിണക്കാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞോളാനായിട്ട് നവീൻ പറയുവാണ്. ഞാൻ അവന്തികയെ ഒരു പെങ്ങളായിട്ടാണ് കാണുന്നതെന്ന് വേണമെങ്കിൽ പറഞ്ഞോ, അതോടെ ഈ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇതുപോലെ നല്ലൊരാലോചന നിനക്കിനി വരത്തില്ല നവീൻ, നിൻ്റെ അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ നകുലേട്ടനും പറഞ്ഞത് അതുമായിട്ട് മുന്നോട്ട് പോകാനാണെന്ന കാര്യമൊക്കെ പത്മ പറയാം. പിന്നെ ഇനിയിപ്പോൾ നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അമ്മ അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി. അമ്മ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ മോനെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വിളിച്ചു. മുത്തശ്ശനൊന്നും പറയണ്ട, ഇതുപോലെ ചതിയായി പോയി, കൊടും ചതിയായി പോയി കേട്ടോ എന്ന് പറഞ്ഞു നവീനും അകത്തേക്ക് കയറി പോവുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കനകയും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും കൂടെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ കനക എവിടെയോ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങും. അപ്പോൾ നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചു. അതെ, എനിക്ക് നയനമോളുടെ അടുത്ത് വരെ ഒന്ന് പോകണം. അവരിപ്പോൾ അവിടെ പുതിയൊരു വേലക്കാരിയെ വെച്ചിട്ടുണ്ട്. അവൾ ഏത് തരക്കാരിയാണെന്നൊന്ന് അറിഞ്ഞു വെക്കണമെന്നൊക്കെ കനക. അതൊരു ഹോം നേഴ്സാണെന്ന് അറിഞ്ഞതെന്നും ഇന്നത്തെ കാലത്ത് അത്രക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും പിന്നെ നീ പോയിട്ട് അവളെ ഓടിക്കോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദേട്ടൻ ചോദിച്ചു. അന്നേരം ഗോവിന്ദേട്ടാ, ദേ എൻ്റെ മോളുടെ കാര്യങ്ങൾ നോക്കാനല്ലേ അവളെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവൾ കുഴപ്പക്കാരി അല്ല എന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പം അറിഞ്ഞു വെക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ ചില നേരത്തെ നിൻ്റെ സംസാരമൊന്നും ആർക്കും ദഹിക്കത്തില്ല കേട്ടോ കനകെ. അല്ലെങ്കിലും അവളെ രസിപ്പിക്കാനല്ലല്ലോ ഗോവിന്ദേട്ടാ ഞാൻ പോകുന്നത്, അവളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നതല്ലേ. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഹോം നേഴ്സിനെ നിയമിച്ചിരിക്കുന്നത്. നീ പോയി വെറുതെ അവരെ ശല്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. മോളെ ഞാനിപ്പോൾ വിളിച്ചായിരുന്നു, നല്ല സ്ത്രീയാണെന്ന് അവൾ പറഞ്ഞത്. ഗോവിന്ദേട്ടാ, അതെനിക്കും കൂടി ഒന്ന് ബോധ്യപ്പെടണ്ടേ? എന്തായാലും ഇനി പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞേ അവൾ പോകത്തുള്ളൂ. അത്രയും നാളൊക്കെ മോൾക്കൊപ്പം കൂട്ടു നിൽക്കുന്ന ഒരാൾ കുഴപ്പക്കാരി അല്ല എന്ന് നമുക്കും കൂടി ഒന്ന് തോന്നണ്ടേ? അപ്പം നീ ഇനി വരുന്നില്ലേ? അയ്യോ, ഞാൻ വരും, ഞാനവിടെ താമസിക്കാൻ പോകുന്നൊന്നുമല്ല. ഇന്ന് മിക്കവാറും തന്നെ ഞാനിങ്ങ് പോരും. അല്ല, ഒരു ദിവസം അവിടെ നിൽക്കണമെങ്കിൽ നീ വേണമെങ്കിൽ നിന്നോ, രാത്രിയാകുമ്പോൾ മോൾ ഇങ്ങ് വരുമല്ലോ എന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ, എൻ്റെ ഗോവിന്ദേട്ടാ, ഞാൻ അവിടെ നിൽക്കാൻ നോക്കിയാലും അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അമ്മ പോയിക്കോന്നേ മോള് പറയുള്ളൂ എന്ന് കനക പറഞ്ഞു. അതുകൊണ്ട് നേരെ ഇരട്ടിയാലും ഞാനിങ്ങ് പോരുമെന്നും കനക പറയാം. അല്ലെങ്കിൽ നന്ദൂട്ടൻ വരുമ്പോൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാം. കുറേ ദിവസമായി നീ പറയുന്നുണ്ടല്ലോ മോൾക്ക് പോയി കൂട്ടു നിൽക്കണം എന്ന്. പിന്നെ ഹോം നേഴ്സ് പോരാ എന്ന് തോന്നിയാൽ നീ അവിടെ നിൽക്കത്തില്ലേ എന്ന് ചോദിച്ചു. ആ നോക്കട്ടെ, അത്യാവശ്യം വന്നാൽ നിന്നല്ലേ പറ്റുള്ളൂ എൻ്റെ ഗോവിന്ദേട്ടാ. എന്നാൽ പിന്നെ ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ. പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അവിടെ പോയിട്ട് നീ ഹോം നേഴ്സിന് ഓടിക്കുന്ന പരിപാടിയൊന്നും ചെയ്തേക്കരുത്. അവൾ ആ വീടിന് പറ്റിയവളല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഒക്കെ ഓടേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ സംസാരിച്ച് കളയും. ഒരുപാട് പാടുപെട്ടിട്ടാ ആദർശ് ഒരാളെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നത്. അവളെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാലേ അതിന് പകരക്കാരെ കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. അതിനിപ്പോൾ എന്താ, പകരം ഞാൻ തന്നെ പോയി നിൽക്കും. അപ്പം പിന്നെ പ്രശ്നമൊക്കെ തീർന്നില്ലേന്ന് ചോദിച്ചു. നമുക്കൊരു ചോയ്സ് ഉണ്ട് ഗോവിന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞ് കനക. അതുകൊണ്ട് ഓരോരുത്തേക്ക് അവിടെ വന്ന് പറ്റിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കനക അവിടെ നിന്ന് പോയി. സമയം ഗോവിന്ദേട്ടൻ പേടിച്ച് അവിടെ നിൽക്കുക കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നയനയും അതുപോലെ ആദർശം ഇരുന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ നയന ആദർശനോട് പറയുവാണ്, എന്നെ നോക്കാനാ വന്നത്, അടുക്കളപ്പണിക്കൊന്നും അല്ല. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ദാമേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നെന്നും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാനുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ ആൻറ്റി എല്ലാം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നും നയന ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും കനക കയറി വന്നു. പിന്നെ അവർ പറയുന്ന പോലെയൊക്കെ അനുസരിക്കണം കേട്ടോ എന്ന് ആദർശ് നയനയോട് പറയുക. അപ്പോഴാണ് നയനമോളെന്നും പറഞ്ഞുകൊണ്ട് കനക കയറി വരുന്നത്. ഇതാരാ അമ്മയോ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ടേക്ക് പോന്നേ? അപ്പോൾ ആദർശമോനെന്നും പറഞ്ഞുകൂടി ഒന്ന് ആദർശിന് കൈ കൊടുക്കുകയൊക്കെ ചെയ്തു. അതെ, ഇവിടെ പുതിയൊരു ജോലിക്കാരി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കാണാലോ എന്ന് വിചാരിച്ച് വന്നതാണെന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ ജോലിക്കാരി ഒന്നുമല്ല, ഹോം നേഴ്സാണെന്ന് പറഞ്ഞു ആദർശ്. അതങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഹോം നോക്കാൻ വരുന്നവർ ജോലിക്കാർ തന്നെയല്ലേ? അതെ, അവരെ അടുക്കളയിലുണ്ട്. അമ്മ ഒന്ന് പതുക്കെ പറയാനായിട്ട് നയന കനകയോട് പറയപ്പോൾ കനക ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക ജോലിക്കാരിയെ. എന്തായാലും 2 ജോലിക്കാരുണ്ട്, എന്നാലും 2 പേർക്കും ഉത്തരവാദിത്വം ഒന്നുമില്ല എന്നും പറഞ്ഞ് കനക. അപ്പം എന്താ അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ മോനെ, മുൻവശത്തെ വാതിൽ ആരെങ്കിലും ഇങ്ങനെ തുറന്നിടുവോ എന്ന് കനക ചോദിക്കുക. ഞാൻ നേരെ ഇങ്ങ് കയറി വരുമായിരുന്നല്ലേ. അല്ല നോക്കട്ടെ ഞാൻ കറികളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കനക എല്ലാം എടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് പാകത്തിന് അധികം ഉപ്പ് വരുമൊന്നും ചേർക്കാതെ ചേച്ചി ആൻറ്റി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെയുള്ള കാര്യം പറഞ്ഞു. എന്നാലും എൻ്റെ നയനെ ഇതിനൊക്കെ ഒരു ടേസ്റ്റ് വേണ്ടേ എന്ന് കനക ചോദിക്കും. മോൻ ഇഷ്ടപ്പെട്ടോ കറികളൊക്കെ? നന്നായിട്ടുണ്ടമ്മേ എന്ന് ആദർശ് പറയുമ്പോൾ അവളെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് മോൻ അങ്ങനെയൊന്നും പറയണ്ട, അടുക്കളയിലുണ്ടെന്നല്ല പറഞ്ഞത്, ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു നയന. പോയി വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കട്ടെ മോളെ, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ. അമ്മ പോയി പൊട്ടത്തരം ഒന്നും പറയരുത് കേട്ടോ. ഞങ്ങളെല്ലാം അന്വേഷിച്ചായിരുന്നു അമ്മേ, പിന്നെ ദാമോട്ടം കൊണ്ടുവന്നതാമ്മേ, അങ്ങനെ കുഴപ്പക്കാരെ ഒന്നും കൊണ്ടുവരില്ല അമ്മ എന്ന് ആദർശ് പറയുമ്പോൾ മോനെ, എന്തായാലും ഇങ്ങനെ ഒരാൾ വീട് നോക്കാനും അതുപോലെ മോളെ നോക്കാനും ഒക്കെ വന്നതിന് ഒരു ഇതുള്ളത് കൊണ്ട് എന്നെ ഒന്ന് നേരത്തെ അറിയിക്കാമായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ചെയ്തില്ല എന്നും പറഞ്ഞ് കനക ഇങ്ങനെ അവരോട് പരാതി പറയുക. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഇത് വേണോ വേണ്ടോ എന്നൊക്കെ പറയാമായിരുന്നല്ലോ. അമ്മ അവർ വിദേശത്തൊക്കെ ജോലി നോക്കിയിട്ടുള്ളവരാ, വലിയ വലിയ വീടുകളിലൊക്കെ. ആയിക്കോട്ടെ, പക്ഷെ വീടിനകത്ത് നിർത്താൻ കൊള്ളാത്തവരാണെങ്കിൽ പറഞ്ഞു വിടുന്ന തന്നെയല്ലേ നല്ലതെന്നൊക്കെ കനക അന്നേരം ചോദിച്ചു. പിന്നെ അവർ പോയെന്ന് വിചാരിച്ച് 2 പേരും വിഷമിക്കൊന്നും വേണ്ട, അമ്മ വന്ന് നിന്നോളാം കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ പിന്നെ വീട്ടിലാരാ അമ്മേ? അച്ഛൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ എന്ന് നയന ചോദിക്കുമ്പോൾ അതിപ്പോൾ വീട്ടിലെ തൽക്കാലം ആരെങ്കിലും ബന്ധുക്കളെ മറ്റോ വിളിച്ച് നിർത്താം, എന്നാലും അമ്മ നിൽക്കുന്നത് പോലെ ആവുമോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തായാലും ഈ കറികളൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറി പോവുകയാണ് കനക. അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഇങ്ങനെ ആട്ടെ, നാളെ തൊട്ട് മാറ്റി പിടിക്കാൻ പറയാമെന്നുള്ള രീതിയിൽ ആദർശ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കനക ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എവിടുന്നാണ് നീ പാചകമൊക്കെ പഠിച്ചത് എന്ന് വന്ന് ചോദിക്കുക. എന്നാ ചേച്ചി ചോദിച്ചതിന് മറുപടി പറ, പാചകമൊക്കെ എവിടുന്നാണ് പഠിച്ചതെന്നാ. അപ്പം നിങ്ങളാരെ ഇതൊക്കെ ചോദിക്കാനെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആരെങ്കിലും ആവട്ടെ, അയ്യേ കറികളൊന്നും കാശിന് കൊള്ളില്ലല്ലോ എന്നൊക്കെ കനക പറഞ്ഞപ്പം ഞാനേ ഇവിടുത്തെ കൊച്ചിനെ നോക്കാനായിട്ടാണ് വന്നതെന്ന് ആ ചേച്ചി അന്നേരം പറയാം. കൊച്ചിനും ഹസ്ബൻഡിനും കറികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞു. പിന്നെ വേറെ ആരെയും എനിക്കിത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുമ്പം അതെ ഞാൻ ആ കൊച്ചിൻ്റെ അമ്മയാടി, അപ്പം എന്നെ നീ ബോധിപ്പിച്ചേ പറ്റൂ. ഇപ്പം നയനമോളുടെ അമ്മയാണെങ്കിൽ അതിന് ബഹുമാനമൊക്കെ തരും, പക്ഷേ തിരിച്ചും അത് വേണം എന്നാ ചേച്ചി കനകയോട് പറഞ്ഞു. പിന്നെ എന്നെ എടി പോടി എന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അന്നേരം അയ്യോ എന്നാൽ പിന്നെ എന്തോ വിളിക്കണം മഹതിയെ എന്നൊക്കെ കനക ചോദിക്കുമ്പോഴത്തേക്ക് നയന വന്നു. അമ്മേ എന്താ അമ്മയെ കാണിക്കുന്നതെന്ന് ചോദിച്ച്. അല്ല ഇവൾക്ക് എടിയെന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്തിനാ അങ്ങനെ അമ്മ വിളിക്കുന്നതെന്ന് ചോദിച്ചു നയന. ആൻറ്റി എൻ്റെ ഹോം നേഴ്സാണ്, അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വന്ന ആൻറ്റിയോട് അമ്മയ്ക്ക് കുറച്ച് മാന്യമായി പെരുമാറിക്കൂടെയെന്ന് ചോദിച്ചു നയന. കറികളൊന്നും കൊള്ളില്ലെന്നാണ് പറയുന്നതെന്ന് ആ ചേച്ചി പറയുമ്പം അതെ അമ്മയുടെ അഭിപ്രായം, എനിക്കും ആദർശേട്ടനും എല്ലാം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നയന പറയുമ്പം ഇവളല്ലെങ്കിലും അങ്ങനെയാ. അതുകൊട്ടെ, എന്താ നിൻ്റെ പേര് പറഞ്ഞേ? അപ്പോൾ അല്ല ഇനിയും ഞാൻ അറിയാതെ എടിയെന്ന് വിളിച്ചു പോയാലോ? അപ്പോൾ എലിസബത്ത്. അതെ ഞാനേ എലീനെ വിളിക്കുമെന്ന് പറയുമ്പം അമ്മേ, അപ്പോഴത്തേക്ക് ചേച്ചിക്ക് ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ. കേട്ടോ എലി, അതെ എൻ്റെ നയനമോള് പിന്നെ അധികം ആരെയും വിഷമിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല, എന്ന് വെച്ചത് ഒരു അവസരമായിട്ട് എടുക്കണ്ട കേട്ടോ എന്നൊക്കെ കനക പറയുക. പാചകം അറിയത്തില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം, എനിക്ക് അങ്ങനെ ആരുടെയും കയ്യിൽ നിന്ന് പാചകം പഠിക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല, അത്യാവശ്യം എല്ലാം അറിയാമെന്ന് എലിസബത്ത് ചേച്ചി പറയുമ്പം ആൻറ്റി പോയിക്കോ ആൻറ്റി, പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചോളാമെന്ന് നയന പറയുമ്പോൾ വേണ്ട മോളെ എന്ന് പറഞ്ഞു. ആൻറ്റി പോയിക്കോ ഞാൻ കഴുകിക്കോളാവെന്നും പറഞ്ഞുകൊണ്ട് നയന ആ ചേച്ചിയെ നിർബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. തിരിഞ്ഞു നോക്കി ആ ചേച്ചി പോവുക. ചേച്ചി പോയി കഴിഞ്ഞിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ കനക. എടി നീ എന്തിനാ അതൊക്കെ കഴുകുന്നത്? അവളിവിടെ ജോലിക്ക് വന്നില്ല, അപ്പോൾ അവളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചു നയന. അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണെന്നും വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ട് വന്നവരാണെന്നും പിന്നെ മുത്തശ്ശനെ ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ അനന്തപുരിയിലെ പെൺകുട്ടിയാണല്ലോ എന്ന് കരുതി വന്നതാണെന്നും പറഞ്ഞു. എന്നാലും മോളെ അവൾ ഭയങ്കര അഹങ്കാരിയാകട്ടോ, അവളുടെ ഒരു നോട്ടം കണ്ടില്ലായിരുന്നു നീ? അമ്മയാ ശരിയല്ലാത്തതെന്ന് നയനെ അന്നേരം പറഞ്ഞു.
അപ്പോൾ ആദർശ് അവിടെ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴത്തേക്കും നയന, ആദർശേട്ടാ ഇന്ന് മിക്കവാറും എലിസബത്ത് ആൻറ്റി എൻ്റെ അമ്മ പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് നയന പറഞ്ഞു. അതിനു മുൻപേ നീ നിൻ്റെ അമ്മയെ പറഞ്ഞു വിടാൻ നോക്കാൻ പറഞ്ഞു. അത് മിക്കവാറും വേണ്ടി വരുമെന്ന് നയന പറയുമ്പം ദാമേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ സംഘടിപ്പിച്ചത്. അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നീ കേട്ടതാണല്ലോ. നല്ല നല്ല വീടുകളിൽ മാത്രമേ അവർ നിന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത് പോലും. ആ നേരത്തെ നിൻ്റെ അമ്മയുടെ ഇതുപോലത്തെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ നിൽക്കത്തില്ല കേട്ടോ എന്ന് ആദർശ് നയനയോട് പറയാം. ചിലപ്പോൾ ശമ്പളം പോലും വാങ്ങിക്കാതെ ഇവിടുന്ന് പോയി കളയും. എന്ത് ചെയ്യാൻ ആദർശേട്ടാ, പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ എന്ന് നയന. അവർ പോവുകയാണെങ്കിൽ അമ്മ ഇവിടെ വന്ന് നിന്നോളാമെന്ന് അമ്മ പറയുന്നത്. അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അച്ഛനൊരു കൂട്ട് വേണ്ടേ. നന്ദു ആണെങ്കിൽ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞൊരു സമയത്തല്ലേ ചെന്ന് കയറുന്നത്. എലിസബത്ത് ആൻറ്റി കുറച്ച് ബോൾഡാ. പിന്നെ നമ്മളെ കരുതി ഒന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മ അവരെ സംശയത്തോടെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പ്രതികരിക്കുന്ന കാര്യമൊക്കെ നയന പറയുമ്പോൾ നിൻ്റെ അമ്മ അവരെന്തെങ്കിലും പറഞ്ഞ് പിന്നെ അവരെ നമുക്ക് പിന്നെ പറഞ്ഞു വിടാനേ പറ്റുള്ളൂ. നമുക്കൊക്കെ ഒരു പരിധിവരെ ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് പറ്റുമെന്നും അതുപോലെ തന്നെ ദാമോട്ടനും ഒരു കാരണവശാലും മോശം സ്വഭാവമുള്ള ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല എന്ന കാര്യവും ആദർശ് പറയുക. ഇത്രയും ദിവസമായിട്ട് ദാമോട്ടൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അയാളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റി നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ദാമോട്ടനെ നമുക്ക് നേരത്തെ തൊട്ട് അറിയാവുന്ന ആളല്ലേ, ആ ചേട്ടൻ നമ്മുടെ കമ്പനിയിലുള്ള ആളല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള അങ്ങനെ ഒരാൾ കൊണ്ടുവന്ന ഹോം നേഴ്സ് നമ്മളെ ചീറ്റ് ചെയ്യില്ല. അത് നീ നിൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെ ആദർശ് അതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ കാണിക്കുന്ന അനിയാട്ടോ. അപ്പോൾ അനി ഇങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നവീൻ അങ്ങോട്ടേക്ക് വിളിച്ചു. പറ നവീനെന്ന് പറയുമ്പോൾ എടാ ഞാനൊരു കെണിയിപ്പെട്ടെന്ന് പറഞ്ഞു. കെണിയിപ്പെടാൻ നീ എന്താ വലിയ എലിയുവാണോ എന്ന് അതിന് ചോദിക്കാം. എടാ ഞാൻ മിക്കവാറും ഒരു പുലിയാകും, പലരെയും കടിച്ചു കീറും. എൻ്റെ മുത്തച്ഛനെ അമ്മയൊക്കെ ഞാൻ കടിച്ചു കീറുമെന്നൊക്കെ നവീൻ പറയുമ്പം അത്രയ്ക്കൊക്കെ ദേഷ്യം വരാൻ എന്താടാ കാരണമെന്ന് ചോദിച്ചു. നിന്നെ എന്താ വല്ലയിടത്തും കൊണ്ട് കുടിക്കുകയോ അതോ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ടുപോയി കാണിച്ചോ? അതെ കാണിച്ചു നിനക്കറിയാവുന്ന പെണ്ണ് തന്നെയാണെന്ന് പറയുമ്പം ആരാടാ പെണ്ണ്? നിൻ്റെ വീട്ടിലെ ആ പെണ്ണ് തന്നെയാണ്, അവന്തിക. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം നേരെ വീണു, രക്ഷപ്പെട്ടു. അപ്പം അയ്യോ അവന്തിക നീ പോയി പെണ്ണ് കണ്ടെന്നോ? അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോടാ എന്ന് അനി പറയുമ്പം എടാ എൻ്റെ മുത്തശ്ശനും അമ്മയൊക്കെ ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ മുത്തശ്ശനും കൂടെ പറ്റിച്ച പണിയാടാ, അതെന്തായാലും കൊള്ളാലോ എന്ന് പറഞ്ഞു അനി. കൊള്ളാമെന്നോ? എടാ അയർലൻഡിലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന അവന്തികയ്ക്ക് നല്ല മാറ്റം ഉണ്ടടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇതെല്ലാം പറയാം. എനിക്കതിന് താല്പര്യമില്ല, നന്ദുവായിട്ടല്ലാതെ മറ്റൊരു പെണ്ണുമായി വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാട്ടോ ഒച്ച വയ്ക്കുക. അതുകൊണ്ട് നീ അവന്തികയോട് പറയണം കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും എടാ ഞാനെങ്ങനെയാടാ ഇതൊക്കെ പറയുന്നത്? ഞാൻ ഇനി ഇത് പോയി പറഞ്ഞാൽ അതെൻ്റെ അസൂയ കൊണ്ടാണെന്ന് പറയും. എടാ എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്ത് താടാ എന്ന് അനിയോട് ഈ നവീൻ പറയാം. എനിക്ക് ഒരു കാരണവശാൽ ഈ പരിപാടിക്ക് നിന്ന് തരാൻ പറ്റില്ല എന്ന് പറയുമ്പം ഇത് വല്ലാത്തൊരു തലവേദന ആയല്ലോ. തലവേദനയെന്നല്ല, ഇവിടെ തല പൊട്ടിപ്പൊളിയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് എൻ്റേതെന്നൊക്കെ പറഞ്ഞു നവീനെ. അമ്മയാണെങ്കിൽ അവന്തിക്ക് ഒരുമാതിരി മരുമളാക്കിയ രീതിയിലാടാ സംസാരിക്കുന്നത്. മുത്തശ്ശനും വലിയ ഹാപ്പിയാണ്. ഗൾഫിലുള്ള എൻ്റെ അച്ഛനെ വിളിച്ചപ്പോഴേ അതിനേക്കാളും വലിയ സന്തോഷം. ഞാൻ എന്താടാ ചെയ്യണ്ടേ? എത്രയും പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് നടത്തണം എന്നൊക്കെയാടാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് സങ്കടത്തോടെ. അങ്ങനെയാണെങ്കിൽ നാളെ ഫ്ലൈറ്റ് കയറി അച്ഛൻ ഇങ്ങോട്ടേക്ക് എത്തുവടാ എന്നൊക്കെ പറഞ്ഞപ്പം അല്ല എന്നാൽ പിന്നെ എൻ്റെ മനസ്സിലുള്ളത് നിനക്കങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു. എടാ അത് ഞാൻ എങ്ങനെ പറയും? നന്ദുവിൻ്റെ പേരെങ്ങാനും പറഞ്ഞ അമ്മ നാളെ ഈ കല്യാണം നടത്തും, നിനക്കറിയാവോ അത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വല്ലാത്തൊരു കെണിയിൽ പെട്ടിരിക്കുകയാണെന്ന്. നിനക്ക് മാത്രമേ എന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ശരിടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന അവന്തിക കേട്ടോ. അവന്തിക ഇങ്ങനെ ഇരിക്കുമ്പം അനി അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഇതാരും അനിയേട്ടനോന്ന് ചോദിച്ചു, വലിയ സ്നേഹം. എന്താ കയ്യിലൊരു കവറൊക്കെ? ഇത് ഞാൻ MD ആയതിനു ശേഷം നിനക്ക് ഗിഫ്റ്റൊന്നും തന്നില്ലല്ലോ, അപ്പോൾ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു. അപ്പോൾ ഈ ഗിഫ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചു അനി. നന്നായിട്ടുണ്ടല്ലോ. അല്ല ഇന്നിവിടെ ഒരു കല്യാണാലോചന നടന്നു എന്നൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ അനിയേട്ടൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് എന്നെ പെണ്ണ് കാണാൻ വന്നത്. നരസിംഹൻ സാറിൻ്റെ കൊച്ചുമോനാണെന്ന് പറയുമ്പം എന്നാൽ ഒരു കാരണവശാലും അത് വിട്ടു കളയരുത് കേട്ടോ എന്ന് അവന്തികയോട് അനി പറയാം. അവനെപ്പോലെ നല്ലൊരു പയ്യരെ കിട്ടാനേ നല്ല പാടാണെന്നും അനി പറഞ്ഞു കൊടുക്കുക കേട്ടോ. നരസിംഹ സാറിൻ്റെ കുടുംബവും നമ്മുടെ കുടുംബവും തമ്മിൽ ഒന്നിക്കത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും അവന്തിക എന്ന് പറഞ്ഞപ്പം നവീനേട്ടനുമായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല, അതിനുള്ള അവസരമൊന്നും തന്നില്ല എന്ന് അവന്തിക പറഞ്ഞു. ഇനി എപ്പോഴെങ്കിലും പുറത്തു വെച്ചൊന്ന് കാണണമെന്നും ഇനിയിപ്പം നവീനേട്ടൻ്റെ സങ്കല്പത്തിലെ ഭാര്യയാണോ ഞാനെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അയ്യോ ആയതുകൊണ്ടല്ലേ അവൻ നിന്നെ പെണ്ണ് കാണാൻ വന്നത്, ഇനിയിപ്പോൾ അവനെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും നീ അതൊന്നും കാര്യമാക്കണ്ടെന്നും ഈ കല്യാണം രണ്ട് കുടുംബങ്ങൾക്കും നല്ലതായതുകൊണ്ട് കാരണവന്മാർ തമ്മിൽ ഇതങ്ങ് ഫിക്സ് ചെയ്യുമെന്നും അനി പറയാം. അപ്പോൾ അവന് വേണ്ടാന്ന് പറയാനും പറ്റില്ല, അവൻ സമ്മതിച്ചോളും. പക്ഷെ നവീനേട്ടൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയെന്ന് പറഞ്ഞപ്പം അവൻ അല്ലെങ്കിലും കുറച്ച് സീരിയസ് ആള്, ഏതു നേരവും കോടതിയും കേസും ഒക്കെയാണ് അവൻ്റെ തലയിൽ നിന്ന് അനി പറയാണ്. അതുമാത്രമല്ല നിനക്കവൻ ഇഷ്ടപ്പെട്ടില്ലേ?
അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അനിയേട്ടാ? നവീനേട്ടനെ പോലെ സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യനെ ഏത് പെൺകുട്ടിക്കാണ് ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ ചോദിച്ച് ആ ഒരു ഇതിലിങ്ങനെ പറയും. അപ്പോൾ പോരാത്തതിനെ ഈ കുടുംബത്തിൽ നവീനേട്ടൻ രക്ഷിച്ച കഥയൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾ ഭയങ്കര ഡയലോഗൊക്കെ ഇറക്കാം. നവീനോട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അനി. അല്ല, നിനക്കിനി അവനെ പുറത്ത് വെച്ച് കാണണമെങ്കിൽ അതിനും ഏർപ്പാടുണ്ടാക്കാമെന്നും പറഞ്ഞ് അനി അകത്തേക്ക് കയറിപ്പോയി. അവന്തിക ഇങ്ങനെ മോതിരം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട്, എൻ്റെ അച്ഛൻ എനിക്ക് ഡയമണ്ടിൻ്റെ മാലയും മോതിരവും വളയൊക്കെ സമ്മാനമായി തന്നത് ഞാൻ ലോക്കറിൽ വെച്ചിരിക്കുക, ആ സമയത്ത് 2 കമ്മലും മോതിരമൊക്കെ ആയിട്ട് വന്നേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അവന്തിക്ക് ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നന്ദുവിനെ കേട്ടോ. നന്ദു ഓഫീസിലിരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് നമ്മുടെ നവീൻ വിളിക്കുന്നത്. നവീൻ വിളിച്ചിട്ട് ഈ അവന്തികയായിട്ടുള്ള വിവാഹാലോചനയെ പറ്റി പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദുവിന് ഭയങ്കര സന്തോഷം. അല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയില്ലെങ്കിലോ, അതായിരിക്കും അവരങ്ങനെ ചെയ്തതെന്ന് നന്ദു പറയുകയാണ്. എന്തായാലും നല്ല ബന്ധമാണ് വന്നിരിക്കുന്നതെന്ന് നന്ദു പറഞ്ഞു. അന്നേരം നവീന് ഭയങ്കര ദേഷ്യം. അമ്മയും ആങ്ങളെയും കുഴപ്പക്കാരാണെങ്കിലും അവന്തിക ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടിയാണെന്നും നവീനേട്ടന് ചേരുവെന്നും നന്ദു ഇങ്ങനെ പറയുന്നു. അതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ നവീന്. പിന്നെ അനിയും മറ്റുള്ളവരൊക്കെ അവിടെ ഉള്ളവരെ എല്ലാവരെയും നവീനേട്ടൻ അറിയാവുന്നതാണല്ലോ, നിങ്ങൾ കുടുംബ സുഹൃത്തുക്കളും അല്ലേ എന്നൊക്കെ ചോദിച്ചു. സത്യമായിട്ടും എനിക്ക് ബന്ധത്തിന് ഒരു താല്പര്യമില്ല നന്ദു എന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് പരസ്പര ധാരണയും പരസ്പര പരിചയമില്ലാത്തവർ ഒന്നിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന കാര്യമൊക്കെ നന്ദു ഈ നവീനോട് പറയും. അങ്ങനെ നോക്കുമ്പോൾ ഇതറിയാവുന്ന 2 കുടുംബക്കാരല്ലേ നവീനേട്ടാ? അതുമാത്രമല്ല അടുത്തടുത്താണ് നിങ്ങൾ താമസിക്കുന്നത്, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഈ ബന്ധം വേണ്ടാന്ന് വെക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു. അല്ല, അവള് അബിയുടെ പെങ്ങളല്ലേ, അതിനിപ്പോൾ എന്താ? അല്ല, അബിയുടെ പെങ്ങളാണല്ലോ അവള്, അബിയാണല്ലോ ആദർശേട്ടനെ അപമാനിച്ചത്, അവന് വേണ്ടിയിട്ടാണല്ലോ ആദർശേട്ടനെ ഈ കണ്ട ത്യാഗമൊക്കെ സഹിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പം അതിൽ അവന്തിക പ്രതിയൊന്നും അല്ലല്ലോ. നവീനേട്ടൻ ജീവിക്കാൻ പോകുന്നത് അവന്തികയ്ക്കൊപ്പം അല്ലേ എന്നും, പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ നല്ലൊരു ബന്ധമാണെന്നും വിട്ടുകളയരുതെന്നേ ഞാൻ പറയുമെന്നും നന്ദു ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് നിൽക്കുക നവീൻ. അതുമാത്രമല്ല, നവീനേട്ടൻ്റെ അമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ ഈ ബന്ധത്തോട് വലിയ താല്പര്യമായിരിക്കും എന്നുള്ള കാര്യവും പറയണം. അവരെയും നിരാശപ്പെടുത്തുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ, അതുകൊണ്ട് പെട്ടെന്ന് പച്ചക്കൊടി കാണിച്ചോളാനും നന്ദു പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശരി എന്നാന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എൻ്റെ ദൈവം എല്ലാം കൈവിട്ട് പോവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ കനക പാത്തും പതുങ്ങിയും അടുക്കളയിൽ ഇങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുക. ഇതിലൊക്കെ നടന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തറയിൽ കൊണ്ടുവന്നൊരു സ്വർണ്ണത്തിൻ്റെ കമ്മൽ അങ്ങോട്ടേക്ക് ഇട്ടു. അപ്പോൾ ഈ ചേച്ചി അടിച്ചു വാരി വരും കേട്ടോ. അപ്പോൾ ഈ കനക ഇത് കാണുവാണ്, ഇവർ അടിച്ചു വരുന്നത്. അപ്പോൾ ഇവർ നല്ലവരാണോ കെട്ടവരാണോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് കനകയുടെ. ഹോം നേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കനക നോക്കി നിൽക്കുക, ഈ പുള്ളിക്കാരി ഈ സ്വർണ്ണത്തോട് ഏത് രീതി പ്രതികരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റ.